എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ്. അതിലൂടെ പാലപ്പം ഉണ്ടാക്കാവുന്നതാണ്. ചിക്കൻ കുറുമയ്ക്ക് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും, രണ്ടാം തേങ്ങാപ്പാൽ, തേങ്ങയുടെ രണ്ടാം പാലും, ഒരു പച്ചമുളക് അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയാണ്. ഇതിനി ഒന്ന് വേവണം. വെന്തിട്ട് നമുക്ക് സവാള ഇത് അരച്ച് ചേർക്കണം. സവാള വഴറ്റി അതിനകത്ത് ഇച്ചിരി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ വഴണ്ടാൽ മതി, ഒത്തിരി അങ്ങ് വഴണ്ടണ്ട. ഇതിനി അരച്ച് ഇത് കുറച്ച് വെന്ത് കഴിയുമ്പോൾ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇത് വേവാൻ വെക്കാം. നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ചിക്കനും കുരുമുളക് പൊടിയും തേങ്ങയുടെ രണ്ടാം പാലും ഒരു പച്ചമുളകും ഇച്ചിരി ഉപ്പും. അതിനി വേവട്ടെ. വെന്തിട്ട് മറ്റേ എടുത്ത് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അരച്ചുകൂടെ ചേർക്കണം. ഇതിനകത്ത് ഉള്ളിയും സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും വഴറ്റിയത് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കാനുള്ള ശകലം മസാലപ്പൊടിയാണ്. മസാല അതുപോലെ ഇച്ചിരി കുരുമുളക് പൊടി കൂടെ ഉണ്ട്, മതി. നല്ല കുറുകിയ ചാറും ഇച്ചിരി കാഷ്യൂനട്ട് അരച്ച് ചേർക്കുന്നത് എൻ്റെ കയ്യിലില്ലാഞ്ഞുണ്ട്, അത് ചേർത്തില്ല. അപ്പോൾ ഇച്ചിരി കൂടെ നല്ല ഇത് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർക്കാൻ പോകണ്ട. ഒന്നാം പാലായത്. ഇനി ഒത്തിരി സമയം വേണ്ട. അത് കഴിഞ്ഞ് ഒരു പുളിക്കൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി തക്കാളിപ്പഴം. കൂടെ ശകലം മല്ലിയില. അപ്പോൾ ചിക്കൻ കുറുമ റെഡിയായി. പാലപ്പവും കൂടെ എടുത്ത് കാണിക്കാമേ. ഇതൊന്നാവട്ടെ. ഓക്കെ. എല്ലാം ശരിയായിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെടുക്കുവാണേ. ചിക്കൻ കുറുമായും പാലപ്പം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈസ്റ്റോ പിന്നെ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം കിട്ടിയിട്ടുണ്ട്. രണ്ടും നല്ല രുചിയാണ്. ഞാൻ ചെയ്തുകൊണ്ട് പറയുന്നതല്ല, ചെയ്ത് നോക്കണം. എന്നിട്ടൊരു ഷെയർ ഒക്കെ തന്നെ, ലൈക്ക് ചെയ്യണം. ഓക്കെ.